മങ്കാത്ത രണ്ടാം പന്തും ഈ മത്സരം തീപാറും മത്സരമായിരിക്കും. പൂൾ ടോപ്പേഴ്സ് തമ്മിലുള്ള ഒരു മത്സരമാണ്. താരം അലൻ സുഗ്നൻ ആദ്യബോളിൽ തന്നെ ഷോട്ടിലേക്ക് കഴിഞ്ഞ കളിയിൽ റൺഔട്ട് ആയതിന്റെ പരിഹാരമായി ഇതാ തുടക്കം കൊടുക്കുന്നു. രണ്ടാം പന്തും എക്കണോമിക്കൽപരമായ രീതിയിൽ തന്നെ ബോളിനെ തന്റെ ഇട്ടമാങ്ങയിലൂടെ നൽകുന്നു താരം താഹ. വീണ്ടും ഒരു സൈഡ് കട്ടിങ്ങിലേക്ക് ഒരു സിംഗിൾ. ഇനി റൺഔട്ടിന് ചാൻസ് നൽകില്ല എന്ന് തന്നെ ഉറക്കെ പറയുന്നു താഹ. വീണ്ടും ഒരു ക്യാപ്ഷൻ, പക്ഷേ നിർഭാഗ്യവശാലത് ഒരു സിംഗിളിലേക്ക് കലാശിക്കുന്ന ഒരു റൺ. വേണ്ട വേണ്ട 4 റൺസ് കൂടെ നേടിയെടുക്കുന്നു രാഹുൽ. വന്ന വരവറിയിക്കുന്നു 4 റൺസ് കൂടെ നേടിയെടുക്കുന്നു. PF ടസ്കേഴ്സ് 19 എന്ന സ്കോറിലേക്ക് പതിപ്പിക്കുന്നു. വീണ്ടും ഇതാണ് കിച്ചു എന്ന അഞ്ചാം പന്തിലേക്ക് ഒരു സിക്സർ കണ്ടെത്തുന്നു സുജിത്തിന്റെ താരം. 25 എന്ന സ്കോറിലേക്ക് രണ്ട് ഓവർ പൂർത്തിയാകുമ്പോൾ ഒരു വിക്കറ്റ് നഷ്ടത്തിൽ 26 ജിന്നു. യശോജിലേക്ക് നിസ്സാരമായ രീതിയിൽ തന്നെ ആ ബോളിന് വേദന എടുക്കാത്ത രീതിയിൽ ഇതാ സ്റ്റേറ്റിലേക്ക് ഒരു പട്ടുകൂട്ടൻ ഷോട്ട് സ്കോറിലേക്ക് മികച്ച രീതിയിൽ തന്നെ ഇതാ രണ്ടാമത്തെ ഓവറും മൂന്നാമത്തെ ഓവറിന്റെ രണ്ടാം പന്തിൽ ഇതാ ഒരു വിക്കറ്റ് സ്വന്തമാക്കുന്നു. സുജിത്ത് എന്ന അപകടകാരിയായ ബാറ്റ്സ്മാനെയും പുറത്തേക്ക് പറഞ്ഞിരിക്കുന്നു. എവിടെ നിന്നാണോ സുജിത്ത് നിർത്തിയത് അവിടെ നിന്ന് തന്നെ തുടങ്ങുന്നു അരവിന്ദ് ഭാവിയ. ഒരു കീപ്പർ ക്യാച്ചും കൂടെ. വീണ്ടും ഒരു സിക്സിലേക്ക്. ഒരു പക്ഷേ നെക്സ്റ്റ് പന്ത് ഒരു ക്യാച്ചായിരിക്കാം. പക്ഷേ പ്രവചനം വീണ്ടും ഒരു സിക്സിലേക്ക് തന്നെ ഒരു പക്ഷേ ആ ക്യാച്ച് എടുത്തിരുന്നുവെങ്കിൽ 2 സിക്സുകൾക്ക് തടയിടുവാൻ സാധിച്ചേനെ. ഒരു മങ്കാത്ത അവിടെ ഒരു ക്ലിയർ ചെയ്യുന്നു. കഴിഞ്ഞ ആക്ഷൻ ഒരു പക്ഷേ ഒരു മങ്കാത്തയിലൂടെ ഒരു വിക്കറ്റ് എടുക്കാൻ നോക്കിയെങ്കില്ല. ആദ്യ പന്തിൽ തന്നെ ഇതാ വീണ്ടും പ്രഹരമേക്കുന്നു. വീണ്ടും ഒരു സിക്സിലേക്ക്. 62 കിരീടം പോരാട്ടം. രാഹുൽ പ്രസാദും ബാറ്റിൽ പിന്നിമുറുക്കുന്നു. ഒരു താഹ എന്താണോ ചെയ്തു മടങ്ങിയത് അത് സുജിത്തെ കൊടുക്കുന്നു. സുജിത്തിന് പിറകിലായത് അരവിന്ദ് ഭാഗ്യ. അരവിന്ദ് ഭാഗ്യയ്ക്ക് തൊട്ടു പിന്നിലായത് രാഹുൽ. സ്ട്രൈക്കിംഗ് എന്തില്ല. One run single.
അരവിന്ദ് ഭാവിയ ഒരു വശത്വത്തിലൂടെ വിക്കറ്റ് നേടിയെടുക്കാമെന്ന് കരുതി. പക്ഷേ ഇതാ ഒരു ക്യാച്ചിൽ വിക്കറ്റ് നഷ്ടമാകുന്നു. അരവിന്ദ് ഭാവിയ 63 PSA ടസ്കേഴ്സ് 3 വിക്കറ്റ് നഷ്ടത്തിൽ 63. പിടിക്കാം മല്ലു. മികച്ച ഒരു ക്യാച്ചിലൂടെ മല്ലു സേരിയുടെ ഫാൻസ് അസോസിയേഷൻ വിജയലക്ഷ്യം ഹാട്രിക് വിജയലക്ഷ്യം 64. അരവിന്ദ് ഭാവിയ ഒരു പട്ടുകൂറ്റൻ ഷോട്ടിലേക്ക് വീണ്ടും എഫേർട്ട് എടുത്ത് തന്നെ മത്സരത്തിലേക്ക് തിരിച്ചു കൊണ്ടുവന്ന അരവിന്ദ് ഭാവിയ മികച്ച രീതിയിൽ തന്നെ ഇനി പ്രാരംഭോളുകൾ എറിഞ്ഞു മാറുന്നു അരവിന്ദ് ഭാവിയ. മേൽക്കൂടെ ഇടിച്ചു വീണ്ടും മികച്ച ഒരു ഷോട്ടിലേക്ക് ജിന്നു. 15 ആദ്യ ഓവർ പിന്നിടുമ്പോൾ വിക്കറ്റ് ഒന്നും നഷ്ടപ്പെടുത്താതെ 15 എന്ന സ്കോറിലേക്ക് വിജയലക്ഷ്യം. 18 പന്തിൽ 49. മികച്ച 143.3 സ്പീഡിൽ തന്നെ ആ ബോളിനെ കൈകാര്യം ചെയ്യുന്നു. ഒരു 4 റൺസ് കൂടെ നേടിയെടുക്കുന്നു. യൂട്യൂബിൽ അത് വന്നിട്ടുണ്ടെങ്കിൽ മികച്ച ഒരു ക്യാച്ച് തന്നെയാണ്. അരവിന്ദ് ഭാവിയുടെ ഡോക്ടർ ഡാഡി ടീം ഹാട്രിക് 26 ഒരു വിക്കറ്റ് നഷ്ടത്തിൽ 26 എന്ന സ്കോറിലേക്ക് എത്തിച്ചേരുന്നു. 12 പന്തുകളിൽ വിജയലക്ഷ്യം 38. മികച്ച ഒരു വിക്കറ്റ് നേടിയെടുക്കുന്നു. അതിൽ തന്നെ ഒരു വിക്കറ്റ് സ്വന്തമാക്കുന്നു. Is the battle connect up? ഇതാണ് മത്സരത്തിലേക്ക് തിരിച്ചു വരവിനായ ഒരു സാധ്യത. ആദ്യ പന്തിൽ ഒരു മികച്ച വിക്കറ്റ് സ്വന്തമാക്കിയെങ്കിൽ ഇതാ ബാക്കി 2 പന്തുകളിൽ പ്രഹരമേൽക്കുന്നു. വീണ്ടും മത്സരത്തിലേക്ക് ഒരു പക്ഷേ അത് ബാറ്റ് വലിച്ചു വെച്ചിരുന്നുവെങ്കിൽ ഒരു പക്ഷേ ഒരല്പം നേരത്തെ ചിന്ത മാറിയതിനു ശേഷം അത് ബാറ്റൊന്ന് തിരിച്ചു പിടിച്ചപ്പോൾ അതൊരു ക്യാച്ചായി മാറുന്നു. ഹാട്രിക് 40 എന്ന സ്കോറിലേക്ക് എത്തുന്നു. 6 പന്തിൽ വിജയലക്ഷ്യം 24. 5 പന്തിൽ 23 റൺസ് വിജയലക്ഷ്യം. ഒരിക്കൽ കൂടി പറയേണ്ടതായിരിക്കും 4 പന്തിൽ 23. ഒരു വൈഡ് റൺസ് കൂടെ അവിടെ. 4 പന്തിൽ വീണ്ടും തുടരത്തുള്ള ഡോട്ട് ബോളുകൾ മനാഫിന്റെ ഭാഗത്തു നിന്നും ടീമിന് വലിയൊരു സപ്പോർട്ട് തന്നെ നൽകുന്നു. വീണ്ടും ഒരു വിക്കറ്റ് കൂടെ സ്വന്തമാക്കുന്നു മനാഫ് എന്ന താരം. 2 പന്തിൽ 22. കാര്യങ്ങൾ മാറി മറിയുന്നു. വരവിൽ തന്നെ തിരിച്ചയക്കുന്നു
തകർക്കുന്ന താരം. ഈ മത്സരം വിജയിച്ചുകൊണ്ട് PF ടെസ്റ്റേഴ്സ് സെമിയിലേക്ക് കടന്നിരിക്കുന്നു.